എന്റെ മകൾക്ക് ഇഷ്ടമുള്ള എന്തേലും ഒരു പണിയുണ്ടോ? പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ ജോബ്. പക്ഷെ ഇതുപോലൊരു ഈ ചക്ക ഒരുക്കാൻ കൂടിയില്ല അമ്മായിമ്മേനെ പഞ്ഞിക്കണ പറഞ്ഞു മര്യാദ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ചക്ക ഒരുക്കുന്നത്. പക്ഷെ കാറ്റ് ചക്ക വെട്ടാൻ കൂടാതെ അവിടെ വീഡിയോ പിടിച്ചോണ്ടിരുന്നു കേട്ടോ. ചക്ക പുഴുങ്ങി തരില്ലേ? പിന്നെ മമ്മി തരണ്ട, ഞാൻ എടുത്ത് തിന്നോളാം കേട്ടാ. എനിക്കിങ്ങനെ പ്ലേറ്റിലാക്കി മമ്മി എനിക്ക് വാരി തരണ്ട, ഞാൻ തിന്നോളാം കേട്ടാ. ഈയുടെ ചക്കര വെള്ളം കൂടെ പറഞ്ഞു മര്യാദ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ചക്ക ഒരുക്കുന്നത്. പക്ഷെ തിന്നാൻ വേറെ ഇഷ്ടവും. തിന്നാൻ ഇഷ്ടം. നമുക്ക് ചക്കയോട് പുഴുങ്ങിയ പ്ലാവനുണ്ടാകാൻ പറയാം. രാവിലെ അമ്മായിമ്മ കുശിപ്പോത്തനുണ്ടോ? അയ്യോ എന്റെ മുഖത്ത് ചാഴി വെച്ചു അമ്മീ. കണ്ണിട്ടായിരിക്കാം, മറിയിട്ടാന്നൊക്കെ ആണോ? നമ്മളിതുപോലെ ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടല്ലേ, പുഴുങ്ങിയെടുക്കും. പുഴുങ്ങി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കൂല്ലേ? പക്ഷെ അവരങ്ങനെയല്ല, അവർക്ക് അങ്ങനെ അറിയത്തില്ല. കറി പോലെ ഉണ്ടാക്കി കഴിയുക. ശരിക്കും അതല്ലേ നല്ലേ, പണി കുറവുണ്ടല്ലോ. ചിലര് ചക്കയുടെ മടല് വരെ കറി വയ്ക്കുമ്പോ സമ്മതിക്കണം കേട്ടോ. എനിക്കുണ്ടല്ലോ ചക്ക ഇഷ്ടമാണ്, പക്ഷെ ഒരിക്കൽ ഇഷ്ടമില്ല. മമ്മി എങ്ങനെയാ മമ്മി രാവിലെ എണീക്കുന്നതൊക്കെ ചക്ക വെട്ടുന്നേ? എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് അങ്ങനെ ചക്ക വെട്ടിക്കൊണ്ടിരുന്ന ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ചക്ക വെട്ടി ഒരുക്കി അതൊരു രസമല്ലേ? എല്ലാരും ഉണ്ടെങ്കിൽ രസം അല്ലേ? പിടി ഉരുട്ടാനും ചക്ക വെട്ടാനും ഒക്കെ നല്ല രസമാണ്. പിടി ഉണ്ടാക്കാം. അപ്പൊ മമ്മിയുടെ മാസ്റ്റർ പീസ് പിടി ഉണ്ടാക്കൽ ഒരു ദിവസം വീഡിയോ ആയിട്ട് എന്താണേലും ഇടുന്നതായിരിക്കും. അപ്പൊ എന്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞില്ല കേട്ടോ. ചായ കുടിച്ച് പയ്യെ കിളികളൊക്കെ വരുന്നേ ഉള്ളൂ. എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ചാണലിൽ തെളിയാനായിട്ടൊരു അരമണിക്കൂർ എടുക്കും. അതുവരെ ഇങ്ങനെ വിദൂരതയിലേക്ക് നോക്കിയിരിക്കും ചായയും കുടിച്ച്. വേണ്ട, നല്ല ചൂടൻ ചായ, വിത്തൗട്ട് ചായ കേട്ടോ. അയ്യോ അങ്ങനെയല്ല, ഇനി മോന് മമ്മി എന്നെ നോക്കേണ്ടത്. അടുത്ത മമ്മി നോക്കി. അല്ല എന്റെ ചായ മമ്മിക്ക് ഇഷ്ടമല്ലോ. മമ്മിയുടെ ഊള ചായ ഉള്ള കാര്യം പറയണ്ട. പിന്നെ ഒരു കപ്പ് പാലെടുത്തിട്ട് അതിനകത്തേക്ക് പൊടിയിട്ട് കുടിക്കാൻ 4 ഗ്ലാസ് പാലും 3/4 വെള്ളമാ. പിന്നെ അങ്ങനെയൊന്നല്ല എടുക്കണേ. സൂപ്പർ ചായ കേട്ടോ, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഞാൻ പാലും മമ്മിയുടെ മസാലത്തെ അടിപൊളിയാ. പക്ഷെ എനിക്ക് അത്രയും വെള്ളം ഒഴിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് വെള്ളമില്ലാതെ ഇഷ്ടമില്ല. ചുമ്മാ ഉള്ള പാലങ്ങനെ കുറുകെ കുടിക്കണ ഇഷ്ടമല്ല. എനിക്ക് പാലും വെള്ളമൊക്കെ സമാസമം. ഇഞ്ചിയൊക്കെ ഇടിച്ച് അത് വടക്കേണ്ടി പോയി വന്നപ്പോ പഠിച്ചതാ. അത് പിന്നെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇഷ്ടം അങ്ങനെ കുടിക്കണ ഇഷ്ടം. ഇഞ്ചി ഇടാതെ കുടിച്ച ഒരു സുഖമില്ല. എനിക്ക് ഏലക്ക ഇടുന്ന ഇഷ്ടം. ചക്ക വെട്ടാൻ തുടങ്ങുമ്പോ തൊട്ടാ ചക്ക തിന്നാൻ തുടങ്ങുന്ന. പുഴുങ്ങി വരുമ്പോഴത്തേനും തിന്നാൻ വൈദ്യ സ്ഥലമില്ല. ചക്ക തിന്ന് പച്ചച്ചോള തിന്നാൻ ഇഷ്ടമേ അല്ല കേട്ടോ. പച്ചച്ചോളയൊക്കെ വലിയ ഇഷ്ടം. പഴുക്കാൻ തുടങ്ങിയോ? മഞ്ഞ കളർ ഉണ്ടല്ലോ. മധുരമൊന്നുമില്ല. ഇത് ബഡ്ഡിയൊക്കെയാണോ മമ്മി? ആ ബഡ്ഡിയൊക്കെ ഇത്രയും ചുളക്ക് വലിപ്പമൊക്കെ ഉണ്ടല്ലേ? ഇതിന്റെ ചുളക്ക് നല്ല വലിപ്പം കേട്ടോ. കൊള്ളാലോ. ഈ സമയത്ത് ചക്ക ഉണ്ടോ എല്ലായിടത്തും? ഈ സമയം ഇപ്പൊ നമ്മള് ചക്ക തിന്നാൻ തുടങ്ങിയിട്ട് എന്നോട്ട് തുടങ്ങിയ ഓണത്തിന്റെ സമയം തൊട്ട് ചക്ക തിന്നാ. നമുക്ക് എല്ലാ വർഷവും അല്ല, എല്ലാ ദിവസവും അല്ല, എല്ലാ മാസവും തിന്നാതെ ചക്കയുണ്ട്. ഈ പട്ടുപിളാവ് വെച്ചേക്കണോണ്ടേ ആടി ഇത്ര 50 എണ്ണങ്ങാണ്ട വെച്ചേക്കണേ. അടിപൊളി. ആദ്യമൊക്കെ അതിന് ചക്ക ഇപ്രാവശ്യം അതിന് ചക്ക വിറ്റ് 10-25,000 രൂപ കിട്ടി.
ചക്കയ്ക്ക് അത്രയും നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ, പിന്നെ അത് ഗുണമുള്ള സാധനം. ചക്ക ഇല്ലാതിരുന്ന സമയല്ലേ അന്നേരം കടയില് നമുക്ക് 35 രൂപ വെച്ച് തരുമായിരുന്നു. ആണോ? അത് കൊള്ളാലോ. അപ്പൊ അവരെന്തോരം രൂപയ്ക്ക് കൊടുക്കണേന്ന് നമുക്ക് അറിയത്തില്ല, നല്ല പൈസക്കായിരിക്കല്ലേ കൊടുക്കണേ. അപ്പൊ നമുക്ക് 10-20,000 രൂപ കിട്ടി ഈ വർഷം. ഡാഡി ബാക്കി എന്നെ റബ്ബറൊക്കെ കളഞ്ഞു വെച്ച് പ്ലാവല്ലേ മുഴുവൻ വെച്ചേക്കണേ. അപ്പൊ ചക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനല്ലേ. ഒരാണെങ്കിലും വലിയ കെയറും വേണ്ടല്ലോ അല്ലെ, പ്ലാവാണ് ഒട്ടും കെയറും വേണ്ട. പക്ഷെ അപ്പനപ്പൊ നനയ്ക്കാൻ പോയതുകൊണ്ടോ ഭയങ്കര വേനലല്ലേ, ഭയങ്കര കൊടിയ വേനലാണ്. അതിപ്പോ എന്നാണേലും നനയ്ക്കണ്ടേ. അപ്പൊ എന്റെ കോഫി ഞാൻ വിത്തൗട്ട് കോഫിയാണ്, എന്റെ ചായ ഞാൻ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്നത്. അപ്പൊ ചായക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ഈന്തപ്പഴം കൈ പിടിച്ചേക്കണം. ഒരു വാ ചായ കുടിക്കും, 1 ഈന്തപ്പഴം കടിക്കും. പക്ഷെ ഹെൽത്തി ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇത് ശീലിച്ചു വരുന്നതാണ്. എത്ര ദിവസം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയില്ല. എന്നാലും ഇടയ്ക്ക് കൊതി വരുമ്പോഴൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കും കേട്ടോ. ചായക്ക് മധുരമില്ലേ നമുക്കൊരു താല്പര്യം തോന്നൂല കുടിക്കാൻ. ഞാൻ പിന്നെ മനഃപൂർവ്വം എന്നാ ഒഴിവാക്കിയേക്കാം എന്നോർത്തോണ്ട് ശീലം ആക്കാന്ന് ഓർത്തോണ്ട് ഒന്ന് തുടങ്ങാം. പക്ഷെ എനിക്കിപ്പോ ചായ വേണമെന്നില്ല. അന്നേരം നമ്മള് പുറത്തൊക്കെ പോകുമ്പോ ഒരുപാട് ചായ കുടിക്കുന്നുണ്ടല്ലോ അമ്മേ മധുരട്ടെ. അപ്പൊ ഇങ്ങനെയെങ്കിലും നമ്മള് നോക്കണം, കുറച്ചൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം എല്ലാരും. നീ ചക്ക ഒരുക്കാൻ കൂടിയില്ല, അമ്മായിമ്മേനെ പഞ്ഞിക്കണ. പിന്നല്ലാതെ ഇനി കൂടിയില്ലെങ്കിൽ ചക്ക ഒഴുങ്ങി കൊടുക്കും. ബ്ലോഗിങ് ഒക്കെ ഒരു സൈഡിൽ ഒരു ചക്കച്ചുളയൊക്കെ എടുത്ത് പിടിച്ചോണ്ടിരിക്കട്ടെ, അല്ല അമ്മായിമ്മേനെ ശരിയാക്കും. ചപ്പാത്തിയോ പിച്ചാത്തിയോ ചുമ്മാ രസമല്ലേ. പിച്ചാത്തിയാണോ? ഇന്നലെ രാത്രിയില് അതുവഴി ഇറങ്ങി പോണോ. സീരിയസ് ആയിട്ട് വന്ന് ഇന്നലെ രാത്രിയില് ഞാൻ എടുത്തിട്ട് വരാം. ഓടിപ്പോട്ടോ. അപ്പൻ പറമ്പ് നനയ്ക്കാൻ പോയതാ, തിരിച്ചു വരുമ്പോ കാപ്പി കൊടുത്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും കേട്ടോ. പണിയും കഴിഞ്ഞ വന്നിട്ടുണ്ടല്ലോ. മമ്മീനെ എടുത്തിട്ട് ഇടിക്കോ? ഭക്ഷണം കൊടുക്കണം, ഫുഡ് എടുക്കും വേണ്ട പിള്ളേര്. ഞാൻ പോയിട്ട് എനിക്കൊന്ന് അർജന്റായിട്ട് ബാത്റൂമിൽ പോകുന്നുള്ള. അതെ ഞാൻ ചുമ്മാ എടുത്തിട്ട് വരാം. ഞാൻ 5-6 നാളല്ലേ ഉള്ളു, അതിന് വിളിക്ക് വരാം, എടുത്തിട്ട് വരാം. രാവിലെ എല്ലാരും വന്ന് ഇവിടെ വന്ന് നിക്കണ എന്താ? കൂട്ടിക്കയറാമുള്ളവരെ എല്ലാരും ഇവിടെ വന്ന് നിക്കണോ? അടുത്ത ആൾ അവിടെ ഇരുന്ന് പരാതി പറയുന്നുണ്ട് കേട്ടോ. ക്യൂട്ടിയാണ്. കൊക്കോ ആണോ അത്? കൊക്കോ ആണെന്ന് തോന്നുന്നു. കൊക്കോ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന കാരണം കണ്ടാലും മനസ്സിലാവില്ല. എന്തായാലും നേരത്തെ കൂട് പൊളിച്ചിങ്ങ് വന്നാനെ. അഴിച്ചു വിട്ടാ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ നിങ്ങളൊന്നും. ഇത് മറ്റേ ആള് താഴെ എവിടെയാണ്. മിറ്റം കുളമാക്കാനായിട്ട് ഇവളുമാരെ കഴിഞ്ഞ ആൾക്കാരുള്ളൂ. രാവിലെ എങ്ങോട്ടാ? ഫുൾ സെറ്റപ്പിലാണല്ലോ. പോണോ? ഇനി എപ്പോ വരും? വെള്ളമൊക്കെ എടുത്തോ? ടാറ്റാ. എനിക്ക് അടുത്ത ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാ തേങ്ങ ഇറണ്ടത്. അമ്മായിമ്മ പറയുമ്പോ പിന്നെ അത് എതിർവാക്കില്ലല്ലോ. അപ്പൊ ഞാൻ ചിരണ്ട. ചക്കോരക്ക് കഴിഞ്ഞാ? ചക്കയരക്കലൊക്കെ കഴിഞ്ഞു. വേഗം തേങ്ങ ഇരണ്ടിക്കൊണ്ട് പോരെ നമുക്ക്. 4ാമത്തെ തേങ്ങ ചേർത്തന്നെ. അയ്യോ, പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ ജോബ്. പക്ഷെ ഇതുപോലൊരു ആ റീല് കണ്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ അരിഞ്ഞോ? മിടുക്കി. അതിനത് ടിഷ്യൂ. അടുത്ത ജോലിയോ? തേങ്ങ ഇരണ്ടി കഴിഞ്ഞില്ല. ചായയൊക്കെ കുടിച്ച് അപ്പം തന്നെ പാത്രമൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് അടുത്ത പണിക്ക് പാടും. ഇല്ല, പിന്നെ കഴിയുന്ന അതിൻ്റെ ഒരു ത്രില്ല്. അല്ലല്ല,
അന്നേരം ചക്കയ്ക്ക് അരയ്ക്കാനേ കാന്താരി വെളുത്തുള്ളി ചുവന്നുള്ളി ഉണ്ടല്ലോ അവിടെ എന്റെ വീട്ടിലൊന്നും ഉപയോഗിക്കില്ല കേട്ടോ ചക്കയ്ക്ക്. പക്ഷെ ഇവിടെ എല്ലാരും ഇടുന്നുണ്ട്. അപ്പൊ ഞാനും ഇട്ട് തുടങ്ങി. ഉള്ളി നല്ലല്ലേ, നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല. പക്ഷെ എന്തോ ചക്ക പുഴുങ്ങുമ്പോ അവിടെ വീട്ടിലിടാറില്ല. ആണോ? പിന്നെ കരിവേപ്പില നന്നായിട്ടിടും. പിന്നെ ഉണ്ടല്ലോ ജീരകം, ചെറിയ ജീരകം. ചിലര് പെരുംജീരകം ഉപയോഗിക്കും. ഞങ്ങളൊക്കെ പെരുംജീരകം അല്ല ചെറിയ ജീരകം ഉപയോഗിക്കണം. എനിക്കതാ ഇഷ്ടം. അതെല്ലേ, പെരുംജീരകം ചക്കയ്ക്ക് ഞങ്ങൾ അരക്കില്ല. ശരിക്കും ഇത് വലിയ വ്യത്യാസമൊക്കെ ഉണ്ടോ? ആ പെരുംജീരകത്തിന്റെ ഇച്ചിരി മധുരം അല്ലേ പെരുംജീരകം? നല്ല വ്യത്യാസമില്ലേ? അത് ഇറച്ചി ഐറ്റംസ് ഇല്ലേ അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെ ഇടണം? പൊടികള്, മഞ്ഞളിടും. പിന്നെ ചില ജീരകം ഇട്ടില്ലായിരുന്നല്ലോ. ഇച്ചിരി ഇട്ടാ തേങ്ങ ഉപ്പ് ഇതെല്ലാം കൂട്ടി അരച്ചെടുക്കണം. ഉപ്പ് ചിലപ്പോൾ ഞാൻ ഇടാറില്ല. ഉപ്പ് വെള്ളം ഞാൻ ഒഴിക്കും. ആണോ? ചക്കയ്ക്ക് അത് ഒഴിക്കും അല്ലേ? ചക്കയ്ക്ക് അത് ഒഴിക്കുകയാണ്. തേങ്ങ വെട്ടി പൊട്ടിച്ചിട്ടുണ്ടല്ലോ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അങ്ങനെ 2-3 ആഴ്ചത്തേക്കൊക്കെ മമ്മി ഉണ്ടാക്കി വെക്കും. തേങ്ങ ചിരണ്ടുന്ന പണിയില്ലല്ലോ. എന്ത് എളുപ്പമെന്നറിയാം. അപ്പൊ ഇപ്പൊ എന്നെ കൊണ്ട് തേങ്ങ ചിരണ്ടിച്ചതോ? അത് തീർന്നു പോയാലോ. മറ്റേ പാല് പിഴിയണം. പിന്നെ ഈ കൊല്ലത്തേക്കുള്ള തേങ്ങ കേട്ടോ ഇത്. ഞാനോട് തേങ്ങ ചിരണ്ടാൻ പറഞ്ഞേക്കരുത്. എളുപ്പമെന്നറിയാതെ ഒരു 2-3 പാത്രത്തിൽ അങ്ങോട്ട് ഫ്രീസറിൽ കയറ്റി വെക്കും. അതെ അല്ലേ? തേങ്ങ മറ്റേ ചിരട്ടേന്ന് ഇങ്ങനെ പൂളി എടുത്തിട്ട് മൊത്തം മിക്സിയിലിട്ട് അടിച്ചെടുക്കും. മിക്സിയിലിട്ടൊന്ന് അടിച്ച് സിമ്പിളാ. നല്ല എളുപ്പം. പക്ഷെ അത് കൊത്തി എടുക്കണേ ഇച്ചിരി പാടാ. ഇനി ഇത് ചക്ക വേകുമ്പോ അതിനകത്തിട്ട് ഇളക്കി എടുക്കും. സിമ്പിൾ. ചക്കപ്പുഴുക്ക് റെഡി. റെഡിയായില്ല അതല്ല, അങ്ങനെ ചെയ്യുമ്പോ റെഡിയല്ല. കറിവേപ്പില ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനം അല്ലേ? ശരിക്കും വീട്ടിലുണ്ടായതാണെങ്കിൽ. സാധാരണ ആളുകൾക്ക് ചക്കയൊക്കെ പുഴുങ്ങാൻ മടിയല്ലേ രാവിലെ? മടിയില്ല, എനിക്ക് ഇഷ്ടമാണ്. വലിയ പണിയില്ലല്ലോ. അതിനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. പിന്നെ ഈ ബ്ലോക്ക് പ്ലാന്റ് ഒക്കെ ആകുമ്പോ പെട്ടെന്ന് ഒരുക്കാനൊക്കെ എളുപ്പമുണ്ട്. അതെല്ലേ? ചിലത് പക്ഷെ ചെറുതാട്ടോ. ചുളയൊക്കെ ചെറുതായിരിക്കും. അന്നേരം പാടാ നമുക്ക്. ഇന്നത്തെ നല്ല മുഴുത്ത ചുളയായിരുന്നു, അതുകൊണ്ട് എളുപ്പം കിട്ടി. ഇത് കറിവേപ്പില സ്റ്റോക്ക് ചെയ്യണോ? കുറച്ചുകൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്യണം. അതൊക്കെ എടുത്ത് വെച്ചാൽ എളുപ്പമുണ്ട് കറിക്ക്. ഉള്ളി പൊളിച്ചു വെച്ചു. ഉള്ളി പൊളിച്ചു വെച്ച ആരാ? ഞാൻ ഒരു കൊല്ലത്തേക്കുള്ള ഉള്ളി ഞാൻ പൊളിച്ചു. ഒരു ഉള്ളി പൊളിച്ചതില്ല, കേമായി പോയി. ഓഹോ, ഇനി ഉള്ളിയും പൊളിച്ച് തേങ്ങായും ചിരണ്ടി കറി അരിഞ്ഞു കിട്ടുമെങ്കിൽ പിന്നെ കറിയെല്ലാം അടുപ്പ് ചട്ടിയിലേക്ക് ഇട്ടാ പോരെ? ഒരു വീട്ടിലെ പണി മുഴുവൻ ചെയ്യാണ്ട മാള്. എന്നിട്ട് ഒരു വീട്ടിലെ പണി മുഴുവൻ ഞാൻ പോട്ടോ. ജീവിതത്തിലെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ജീവിക്കണമെങ്കിൽ. ശരിക്കും അത് മമ്മി അങ്ങനെയൊന്നുമല്ലോ. ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടില്ല. ഞാൻ എന്റെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് എന്റെ അവസാനത്തിലേക്കൊക്കെ എത്തിയതല്ലേ ഇതാ ജീവിത സായാഹ്നത്തിലേക്ക്. കഴിഞ്ഞ ദിവസം മുടിയെ കളർ ചെയ്ത് ടിപ് ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. മുരിങ്ങക്കോല ഇവിടെ ഉണ്ടായതാണോ നമുക്ക്? പറമ്പിലുണ്ടായതാണോ? മുരിങ്ങക്ക ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അതെ അല്ലേ? നമ്മുടെ പറമ്പിൽ നിന്ന് ഡാഡി രാവിലെ പറിച്ചോണ്ടാണല്ല പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക. എനിക്ക് ഇഷ്ടമില്ല. പേരയ്ക്ക ഭയങ്കര നല്ല കേട്ടോ. ഒരു പേരയ്ക്ക നമ്മള് എന്നും കഴിക്കുന്നത് നല്ല. ആപ്പിളിന് തുല്യാനല്ലേ? ഭയങ്കര ഗുണം. എനിക്ക് ഇഷ്ടമാണ് പേരയ്ക്ക. ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ? ബൈ ബൈ. ഇന്നത്തെ പണിയൊന്നും കഴിഞ്ഞില്ല. ചോറിനുള്ള പരിപാടി നോക്കണ്ടേ? ഇന്നത്തെ പണി കഴിഞ്ഞില്ലേ? ഇനി ചോറിനുള്ള പരിപാടി നോക്കണ്ടേ മോനെ? ചോറല്ലേ, അത് സിമ്പിളല്ലേ, ഇവിടെ വെക്കാം. അപ്പൊ കുറച്ച് മുരിങ്ങക്കായൊക്കെ പറിച്ചോണ്ട് ചക്കക്കുരു. അത് മമ്മിയുടെ ചക്കക്കുരു. എന്റെ മകൾക്ക് ഇഷ്ടമുള്ള എന്തേലും ഒരു പണിയുണ്ടോ? സത്യം പറഞ്ഞ ഇല്ല. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം. ചക്കക്കുരു ഒക്കെ ചേർന്നാ അത്രയും ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. ഞാനിങ്ങനെ ചക്കക്കുരു ഒക്കെ ചേർന്നിക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. കുശുമ്പും പിന്നായ്മയൊന്നുമല്ല, അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നു. രസമല്ലേ? എൻജോയ്. ബൈ ബൈ. റെഡിയായോ മീ? ചക്ക റെഡിയായത് അരപ്പൊക്കെ ഇട്ട് ചേർക്കണേ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങ് എടുക്കണം അല്ലേ? നന്നായിട്ട് ഇളക്കി എടുക്കുക. ആ ഇളക്കിലാണ് പുഴുക്കാവുന്നത് ശരിക്കും. ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക്
ചക്കപ്പുഴുക്കാണോ കപ്പപ്പുഴുക്കാണോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? എനിക്ക് ചക്കയാ ഇഷ്ടം. എനിക്കെന്നാ രണ്ടും. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കപ്പപ്പുഴുക്കാട്ടോ. എനിക്ക് പക്ഷെ ചക്കയാണോ ഇഷ്ടം. ആണോ? ചക്ക എനിക്ക് ഇഷ്ടമാ, രണ്ടും ഇഷ്ടം. അടിപൊളി. ഇതിങ്ങനെ കുഴച്ചെടുക്കൂലേ? ഇതിങ്ങനെ കുഴച്ചെടുക്കും. മമ്മി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള ചക്കകൾക്ക് വലിയ ഇഷ്ടല്ലേ? എനിക്ക് ഇഷ്ടമാ, കുഴപ്പമില്ല. നല്ല പുഴുക്കൊക്കെ നല്ല. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയാ മീ? ഉപ്പുണ്ടോന്ന്? ഉപ്പുണ്ടാവും. ഞാൻ ഉപ്പുവെള്ളം ഒഴിക്കണേ. മമ്മി തീരെ ഉപ്പിടാത്ത ആളാ. എന്നുണ്ടാക്കിയാലും മമ്മി ഉപ്പിടത്തില്ല. ഞാൻ ഉപ്പ് കുറച്ചേ ഉപയോഗിക്കും. എനിക്കാണെങ്കിൽ കുറച്ച് അധികം ഉപ്പ് വേണം. അല്ല കൂടുതലാണ് ഇവയ്ക്ക് ഉപ്പ് കൂടുതലുവാ. എനിക്ക് പ്രഷർ കുറവാ മമ്മി. അതെയോ? ഞാൻ ഉപ്പ് കുറച്ചേ എനിക്ക് പ്രഷർ കുറഞ്ഞു ഇഷ്ടം. ആണോ? സൂപ്പറാണോ? ഞാൻ ഉപ്പുവെള്ളം ഒഴിക്കണം കേട്ടോ. ഉപ്പ് പൊടിയല്ല, ഉപ്പ് വെള്ളം. ഉപ്പ് കല്ല് ചാലിച്ചെടുക്കും അല്ലേ? ഓക്കേ, ബൈ.